നമസ്കാരം. ബത്തേരി നഗരത്തിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. ബത്തേരി നഗരത്തിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നഗരസഭ വൈൽഡ് ലൈഫ് വാർഡന് ഇത് സംബന്ധിച്ച് കത്ത് നൽകും. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം. പുലിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സമീപവാസിയായ പോൾ മാത്യൂസ് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. RSS അജണ്ടയിൽ സാമ്പത്തിക ഉപരോധം തീർത്ത കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാർ അവഗണന തുടരുമ്പോൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നതിന് പകരം കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ. CPM ജില്ലാ സെക്രട്ടറി നയിക്കുന്ന വയനാട് മാർച്ച് ജില്ലയിൽ പര്യടനം തുടരുന്നു. മൂന്നാം പിണറായി സർക്കാർ എന്നത് വെറും സ്വപ്നം മാത്രമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ. വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ LDF പ്രചരിപ്പിക്കുന്നത് പുറം മോടി മാത്രം. ആരോഗ്യരംഗത്തെ മോശം അവസ്ഥ ഉൾപ്പെടെ ജനം തിരിച്ചറിഞ്ഞെന്നും ജയന്തി രാജൻ. പ്രതികരണം മലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിൽ. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിൽ ദുരന്തബാധിതരുടെ ശക്തമായ പ്രതിഷേധം. ജനശബ്ദം ജനകീയ ആക്ഷൻ കമ്മിറ്റി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചത് വാടക തുക ഉൾപ്പെടെ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച്. അരമണിക്കൂറിനകം വാടക തുക ദുരന്തബാധിതരുടെ അക്കൗണ്ടിലെത്തുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സുൽത്താൻ ബത്തേരി ടൗണിൽ മാസങ്ങളായി ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നഗരസഭ രംഗത്ത്. ഇത് സംബന്ധിച്ച് വൈൽഡ് ലൈഫ് വാർഡന് കത്ത് നൽകും. കഴിഞ്ഞ ദിവസങ്ങളിലും പുലിയുടെ സാന്നിധ്യം ടൗണിൽ സ്ഥിരീകരിച്ചതോടെയാണ് നഗരസഭ നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നത്. ഏപ്രിൽ മാസം മുതലാണ് സുൽത്താൻ ബത്തേരി ടൗണിലും സമീപ പ്രദേശങ്ങളിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്ന പുലിയെ നാട്ടുകാർ നേരിട്ട് കാണുകയും കോഴികളെ പിടികൂടുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവരികയും ചെയ്തിരുന്നു. തുടർച്ചയായി വീടുകൾക്ക് സമീപം വരെ പുലി എത്തിയതോടെ നാട്ടുകാരും ഭയത്തിലായിരിക്കുകയാണ്. നമ്മുടെ ബത്തേരി ടൗൺ പരിസരത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടുവരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഫയർലാൻഡ് പരിസരത്താണെങ്കിൽ ഇപ്പം പ്രദേശവാസിയുടെ ഒരു വീടിന്റെ പരിസരത്തുള്ള കോഴിക്കൂടിനകത്താണ് കോഴിയെ പിടിക്കുന്ന തരത്തിലേക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ദിനംപ്രതി ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നഗരസഭയുടെ ഭാഗത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. അത് മാത്രമല്ല, കൂടുവെക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുകൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വേണ്ടി ഇന്ന് തന്നെ കത്ത് നൽകുന്നതായിരിക്കും നഗരസഭയുടെ ഭാഗത്ത്. നിരവധി തവണ പുലിക്കായി വനംവകുപ്പ് RRT തിരച്ചിൽ നടത്തുകയും ക്യാമറ വെച്ച് നിരീക്ഷിക്കുകയും ചെയ്തുവെങ്കിലും ഇതുവരെ പുലിയെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം തുടർച്ചയായി പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ നാട്ടുകാർ പുറത്തിറങ്ങാൻ വരെ ഭയക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യം നഗരസഭ വനംവകുപ്പിനോട് രേഖാമൂലം ആവശ്യപ്പെടാനൊരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് വന്യജീവി സങ്കേത മേധാവിക്ക് കത്ത് നൽകുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 തവണയാണ് പുലിയെത്തിയത്. ഇതിൽ ഒരു തവണ 7 കോഴികളെയും പുലി പിടികൂടി കൊന്നിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരിയെ ഭീതിയിലാക്കുന്ന പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. സുൽത്താൻ ബത്തേരി കോട്ടക്കുന്ന് പുതുശ്ശേരി പോൾ മാത്യുവാണ് ഇത് സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. തുടർച്ചയായി പുലി എത്തി കോഴികളെ പിടികൂടുകയും കുടുംബത്തിനും നാട്ടുകാർക്കും ഭീഷണിയായിട്ടും വനംവകുപ്പ് കൂടുവെച്ചില്ലെന്ന് കാണിച്ചും കൂടുവെക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുമാണ് പോൾ മാത്യു ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്.
4 തവണ പുലി വീട്ടിൽ വന്നെങ്കിൽ കൂടിയും ഇതുവരെ വനംവകുപ്പ് കൂട് വയ്ക്കാൻ കൂട്ടാക്കിയില്ല. കഴിഞ്ഞ തവണ പുലി വരുന്നതിന് മുമ്പ് കൂട് വെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പുലിയെ വനംവകുപ്പിന് പിടികൂടാമായിരുന്നു. വനംവകുപ്പിന്റെ തികച്ച അനാസ്ഥയും പുലി വിശന്നിരിക്കുന്നതും കൊണ്ട് അത് എനിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ ബത്തേരി നിവാസികൾക്കും ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ റിട്ട് പെറ്റീഷൻ ഞാൻ ഇന്ന് ഫയൽ ചെയ്തു. എത്രയും വേഗം കൂടുവെച്ച് പിടിക്കണം എന്നതാണ് ആവശ്യം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വാദമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പരാതിയുടെ കോപ്പി വനംവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. RSS അജണ്ടയിൽ സാമ്പത്തിക ഉപരോധം തീർത്ത് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ജില്ലാ കമ്മിറ്റി നടത്തുന്ന വയനാട് മാർച്ച് കാട്ടിക്കുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ K റഫീഖിന് പതാക കൈമാറിയാണ് വയനാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന തുടരുമ്പോൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നതിനു പകരം രാഷ്ട്രീയ മുതലെടുപ്പിനായി നാടിനെ വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും മുണ്ടക്കൈ ദുരന്ത ബാധിതരോട് പോലും കരുണയില്ലാതെ പകപോക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ക്രൂരതയെ മറികടന്നാണ് LDF സർക്കാർ നാടിനെ കരുതലോടെ നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പണം ചിലവാക്കി വന്നെയാണോ ആരോടെല്ലാം കുറച്ചിട്ടാവും. സഖാക്കളെ നിങ്ങൾ മനസ്സിലായിക്കോ, പിണറായി ഗവൺമെന്റ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭാവനാപൂർവമായ ഒരു കണ്ടെത്തൽ നടത്തി. ആ കണ്ടെത്തൽ നടത്തിയതിന്റെ ഒരു പ്രധാനപ്പെട്ട പേര് പറയാനും വെറുതെ പുതിയ വേണ്ടി എന്താണെന്നും പറയാം. കിഫ്ബി, അപ്പോൾ നിങ്ങൾക്കറിയാം കിഫ്ബി. മാനന്തവാടി ഏരിയ കമ്മിറ്റി അംഗം PV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ, കാട്ടിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗം CK ശങ്കരൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ ബീന വിജയൻ, മാനേജർ PK സുരേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P ഗഗാറിൻ, PV സഹദേവൻ, AN പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. 27-ന് മാർച്ച് സമാപിക്കും. മലനാട് ന്യൂസ്, മാനന്തവാടി. മൂന്നാം പിണറായി സർക്കാർ എന്നത് വെറും സ്വപ്നം മാത്രമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ. മലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ LDF പ്രചരിപ്പിക്കുന്നത് പുറം മോടി മാത്രം. തൊഴിലില്ലായ്മ, ആരോഗ്യരംഗത്തെ മോശം അവസ്ഥ എന്നിവ ജനങ്ങൾ തിരിച്ചറിഞ്ഞതായും ജയന്തി രാജൻ പറഞ്ഞു. മൂന്നാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോൾ ചെയ്തിരിക്കുന്ന വ്യവസായങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, മറ്റ് വികസന കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് അവരുടെ സ്വപ്നം മാത്രമാണ്. കാരണം നമ്മൾ 2 ടേമുകൾക്കപ്പുറത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യവും മാറി. ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കേരള ജനത മാറിയിരിക്കുകയാണ്. എല്ലാ ബാധ്യതയും സാധാരണക്കാരൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നമുക്ക് ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ അനുവദിക്കുകയും തറക്കല്ലിടുകയും ചെയ്ത മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയകരമാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വെറും ഒരു റെഫറൽ സംവിധാനത്തിലേക്ക് മാറി. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിൽ ദുരന്തബാധിതരുടെ ശക്തമായ പ്രതിഷേധം. വാടകത്തുക ഉൾപ്പെടെ മുടങ്ങിയതോടെയാണ് ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ജനകീയ ആക്ഷൻ കമ്മിറ്റി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചത്. അരമണിക്കൂറിനകം വാടകത്തുക ദുരന്തബാധിതരുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന വൈത്തിരി തഹസിൽദാരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ദുരന്തബാധിതരുടെ മാസവാടകയും പ്രതിദിന ജീവനാംശവും മുടങ്ങിയതോടെയാണ് ദുരന്തബാധിതർ വീണ്ടും പ്രക്ഷോഭ രംഗത്തിറങ്ങിയത്. ഇത്തവണ വൈത്തിരി താലൂക്ക് ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം. ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഓഫീസിന് മുൻപിൽ പോലീസ് സമരം തടഞ്ഞതോടെ ദുരന്തബാധിതർ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. സമരം നീണ്ടതോടെ വൈത്തിരി തഹസിൽദാർ ചർച്ചയ്ക്ക് തയ്യാറായി. അരമണിക്കൂറിനകം തന്നെ മാസവാടക മുടങ്ങിയവർക്ക് വിതരണം ചെയ്യുമെന്ന് തഹസിൽദാർ പ്രഖ്യാപിച്ചു. മാസം 9,000 രൂപ നൽകുന്ന തുകയും
ഗുണഭോക്താക്കളുടെ രേഖകൾ പരിശോധിച്ച് ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് തഹസിൽദാർ. കേരളത്തിലെ എല്ലാവർക്കും തന്നെ വാടകയ്ക്ക് അർഹതയുള്ള എല്ലാവർക്കും തന്നെ അരമണിക്കൂറിനകത്ത് വെച്ച് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ വാടക കയറുന്നതാണ്. 9,000 രൂപയുടെ കാര്യം അത് ഇനി കുറച്ച് അപേക്ഷകളും കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ അപേക്ഷ പരിഹരിച്ച് അതിനും അർഹതയുള്ളവർക്ക് ഉടനെ തന്നെ പൈസ അക്കൗണ്ടിൽ ഇടുന്നതാണ്. 2-3 ദിവസത്തിനകത്ത് വെച്ച് തന്നെ അപേക്ഷകളെല്ലാം പരിഹരിച്ച് ഒരു തീരുമാനത്തിലെത്തും. ഈ മാസം 15-ന് ദുരന്തബാധിതർ സമരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തൊട്ടു തലേ ദിവസം 1 മാസത്തെ തുക നൽകി സമരം തണുപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ പറയുന്നു. ഞങ്ങൾ പിച്ചച്ചട്ടി സമരം പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്താണ് കുറച്ചു പേർക്ക് വാടക ഈ ജീവനാംശം കയറി 9,000 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ 2 പേർക്ക് 300 രൂപ വെച്ച് ഒരു മാസം 9,000 രൂപ വെച്ച് കയറുന്നുള്ള അത് കുറച്ചു പേർക്ക് കയറി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആ സമരം പിൻവലിച്ചു. അതിനുശേഷം വാടക ഒരാൾക്കും കയറിയിരുന്നില്ല ഇതുവരെ. അതുപോലെ തന്നെ ഈ 9,000 രൂപയും കയറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് സമരം പ്രഖ്യാപിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എല്ലാ മാസവും സമരം നടത്തേണ്ടി വരികയാണ്. ഈ ദുരന്ത ബാധിതര് എല്ലാ മാസവും സമരം നടത്തിയാണ് 9,000 6,000 രൂപ വാടക. നോക്കി നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള 3 പേര് വീട്ടിൽ നിന്ന് പുറത്താ, അതായത് വാടക കൊടുക്കാത്തതിന്റെ പേരിൽ 1-ാം തീയതി വാടക കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വീട്ടുകാർ റൂം ഓണർമാർ പുറത്താക്കി അങ്ങോട്ട് സമരം നടത്താൻ നിൽക്കുന്നത്. അത്രയും ദുരന്തത്തിന്റെ മേലെ ദുരന്തരാണ്. ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ് ചില ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക പോലും ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ദുരന്ത വാർഷികത്തോടനുബന്ധിച്ച് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് ആക്ഷൻ കമ്മിറ്റി ആലോചിക്കുന്നത്. മലനാട് ന്യൂസ്, വൈത്തിരി. ഇനിയൊരു ഇടവേള. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി കുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. പഴയരിയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശവാസിയായ പുളിക്കൽ പ്രജീഷ രാകേഷിന്റെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. വനത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് കാട്ടാന എത്തി കൃഷിനാശം വരുത്തിയത്. കാട്ടാന പ്രതിരോധ മാർഗങ്ങൾ ശക്തമല്ലെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കാട്ടാന പഴയരി സ്വദേശി പുളിക്കൽ പ്രജീഷ രാകേഷിന്റെ കൃഷിയിടത്തിലെത്തി കൃഷികൾ നശിപ്പിച്ചത്. വാഴ, തെങ്ങ്, സമീപത്തെ കൃഷിയിടത്തിലെ ഇഞ്ചി എന്നിവ നശിപ്പിച്ചു. കുലച്ച 60-ലേറെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. കൂടാതെ തെങ്ങും കൃഷിയിടത്തിലുണ്ടായിരുന്ന ഫലവൃക്ഷ തൈകളും കാട്ടാന ചവിട്ടി നശിപ്പിച്ചു. വനത്തിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയാണ് ഈ കൃഷിയിടമുള്ളത്. ഒരു 4 മണിയോടെയാണ് ആന വന്നത്. ഇതൊന്നല്ല, 4ാമത്തെ പ്രാവശ്യമാണ് ആന നമ്മൾ ഈ തോട്ടത്തിൽ കയറി വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കുന്നത്. ഒരാളും വാഴകൃഷിയോ യാതൊരുവിധ ഫലവൃക്ഷങ്ങളും ഉണ്ടാക്കുന്നില്ല. കാരണം ആന എല്ലാ ദിവസവും വരുന്നതാണ്. ഈ സൈഡിലേക്ക് റെയറായിട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു 3-4-6 മാസം കൂടുമ്പോൾ. പക്ഷെ ഒരു വരവിന് ഒരു 6 മാസത്തെ കൃഷിയാണ് നമ്മളെ കർഷകരെ നശിപ്പിക്കുന്നത്. ഒരു ശാശ്വത പരിഹാരം എന്തായാലും ഉണ്ടാവണം എന്നതാണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു നഷ്ടപരിഹാരമെങ്കിലും യഥാസമയം കർഷകന് കിട്ടണം. ഇപ്പം നമ്മളെ ഭാര്യ പ്രജിഷയുടെ തോട്ടാണ് ഇത്. പറയും തന്നെ 3 പ്രാവശ്യം. തൊട്ട് താഴെ അച്ഛൻ്റെ പറമ്പാണ്.
നമുക്ക് ഇത്രയും പണം മുടക്കി ഉണ്ടാക്കുന്നതിന് ഒരു റിസൾട്ട് ഒരിക്കലും ഒരു കർഷകന് ലഭിക്കില്ല. ഓരോ പ്രാവശ്യം നഷ്ടം തന്നെയാണ്. ഒരു ശാശ്വത പരിഹാരം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനത്തിൽ നിന്നിറങ്ങി റോഡിലൂടെ നടന്നാണ് കൃഷിയിടത്തിൽ കാട്ടാന എത്തുന്നത്. ഇതിനു മുൻപും 4 തവണ ഈ കൃഷിയിടത്തിൽ മാത്രം കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. കൃഷി നശിപ്പിക്കുന്ന കാട്ടാന കൃഷിയിടത്തിൽ മണിക്കൂറുകളോളം തങ്ങുന്നതും പ്രദേശവാസികളുടെ ജീവനും ഭീഷണിയാവുകയാണ്. വനാതിർത്തിയിലെ തകർന്ന പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്നാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലെത്തുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ കൃഷിനാശത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മലനാട് ന്യൂസ്, ബത്തേരി. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ലാൻഡ്സ്കേപ്പ് പ്ലാനുമായി വനം വകുപ്പ്. ജില്ലയിൽ 3 വനം ഡിവിഷനുകളെയും ഏകോപിപ്പിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനായാണ് ലാൻഡ്സ്കേപ്പ് പ്ലാൻ തയ്യാറാക്കുന്നത്. വേഗത്തിലുള്ള പ്രശ്നപരിഹാരമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ലാൻഡ്സ്കേപ്പ് പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. വന്യമൃഗശല്യത്തിന് വേഗത്തിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പദ്ധതി താമസം കൂടാതെ തന്നെ സർക്കാരിന് സമർപ്പിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ ചേർന്ന വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ തീരുമാനമായി. മനുഷ്യ വന്യജീവി സംഘർഷം അടക്കമുള്ള പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ നടത്തി അവ പരിഹരിക്കുന്നതിനാവശ്യമായ മൊത്തത്തിലുള്ള പദ്ധതിയാണ് വയനാടിനായി വനം വകുപ്പ് തയ്യാറാക്കുന്നത്. നിലവിൽ 3 ഡിവിഷനുകളിൽ അതാത് മേഖലകളുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടുന്നത്. ഇതിന് മാറ്റം വരുത്തുക എന്നതും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. മറ്റ് സർക്കാർ വകുപ്പുകളുടെ സഹകരണവും ഉറപ്പുവരുത്തും. കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്ന ഭാഗങ്ങളിൽ ഫണ്ട് ലഭ്യതയ്ക്കനുസരിച്ച് മേഖലാ വ്യത്യാസമില്ലാതെ പ്രതിരോധ മാർഗങ്ങൾ തീർക്കാനും പദ്ധതിയിലൂടെ സാധിക്കും. സോളാർ ഫെൻസിംഗുകളുടെ പ്രവർത്തനം, വനത്തിലെ വയലിൻ്റെ സ്വാഭാവികത നിലനിർത്തൽ, സെന്ന നിർമ്മാർജ്ജനം വേഗത്തിലാക്കൽ എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി ജനുവരിയിൽ ചേർന്ന യോഗത്തിന്റെ തുടർച്ചയായാണ് കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ബത്തേരിയിൽ യോഗം ചേർന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. ജൂൺ 1 മുതൽ സുൽത്താൻ ബത്തേരി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങി നഗരസഭ. ഇതിനു മുന്നോടിയായി ബുധനാഴ്ച മുതൽ ഈ മാസം 31 വരെ ട്രയൽ റൺ നടക്കും. നിലവിലുള്ള ട്രാഫിക് നിയമങ്ങൾക്ക് പുറമെ 58ഓളം പരിഷ്കരിച്ച തീരുമാനത്തോടെയാണ് പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. ജില്ലയിലെ തിരക്കേറിയ പ്രധാന ടൗണായ സുൽത്താൻ ബത്തേരിയിലാണ് ജൂൺ 1 മുതൽ പരിഷ്കരിച്ച ട്രാഫിക് സംവിധാനങ്ങൾ നിലവിൽ വരുന്നത്. ഇതിന്റെ മുന്നോടിയായി ടൗണിൽ ബുധനാഴ്ച മുതൽ ഈ മാസം 31 വരെ ട്രയൽ റൺ നടപ്പാക്കും. പാർക്കിംഗ്, നോ പാർക്കിംഗ്, ദിശാ ബോർഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, ഡിവൈഡറുകൾ എന്നിവ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കും. ചുങ്കത്തെ സ്റ്റാർ കിച്ചന്റെ മുന്നിലുള്ള ബസ് സ്റ്റാൻഡ് മാറ്റി മുമ്പോട്ട് ട്രാക്ടർ സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് മാറ്റും. ടിപ്പർ വാഹനങ്ങളുടെ നിയന്ത്രണം 1 മണിക്കൂറായി നിജപ്പെടുത്തും. ഈ മാസം 22 മുതൽ 31 വരെ ട്രയൽ റണ്ണായി നടത്തപ്പെടുകയാണ്. ജൂൺ 1 മുതൽ പുതിയ ട്രാഫിക് പരിഷ്കരണം നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ട്രാഫിക് അഡ്വൈസറി ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. വിശദമായ സമയമെടുത്ത് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ബത്തേരി ടൗണിനെ സംബന്ധിച്ച് സ്ഥലപരിമിതി നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത്. എങ്കിലും ഈ പരിമിതി അകത്തു നിന്നുകൊണ്ടുള്ള പരിഷ്കരണമാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. എല്ലാവരും പുതിയ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. 2 വീൽ 4 വീൽ പാർക്കിംഗ് കൃത്യമായി നടപ്പാക്കും. പോലീസ് സ്റ്റേഷൻ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും. പാർക്കിംഗ് സ്ഥലങ്ങളിൽ ലൈനുകൾ വരച്ചിടും. ബീനാച്ചിമുതൽ ടെക്നിക്കൽ സ്കൂൾ വരെയും കോട്ടക്കുന്ന് മുതൽ ഗാരേജ് വരെയും ചുങ്കം മുതൽ ബ്ലോക്ക് ഓഫീസ് വരെയും തെരുവോര കച്ചവടം നിരോധിക്കും. പോലീസ് എയ്ഡ് പോസ്റ്റ് പഴയ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കും. ഗാന്ധി ജംഗ്ഷൻ 1 വേ തിരിയുന്നതിന്റെ ഇടതുവശം ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യുന്നതിന് സൂചനാ ബോർഡ് സ്ഥാപിക്കും. കോടതിക്ക് മുന്നിലും താലൂക്ക് ആശുപത്രി, WMO റോഡ് എന്നിവിടെയും ഇരുവശങ്ങളിലും നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും. ടൗണിൽ വാഹനം നിർത്തിയിടുന്നതിന്റെ സമയപരിധി 1 മണിക്കൂറായി നിജപ്പെടുത്തും. അനുവദനീയമായ സമയത്തിൽ കൂടുതൽ വാഹനം പാർക്ക് ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കും. തുടങ്ങി 58 തീരുമാനങ്ങളാണ് പുതിയ ട്രാഫിക് പരിഷ്കാരത്തിലൂടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്.
18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വീണ്ടും വാർത്തകളിലേക്ക്. കൈകളിൽ ആവാഹിച്ച മേളത്തിന്റെ വഴക്കവുമായി പഞ്ചാരിയിൽ അവർ കൊട്ടിക്കയറി. പഞ്ചാരി മേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള 11 കലാകാരന്മാർ മീനങ്ങാടി ശ്രീ മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അരങ്ങേറി. കണ്ടുനിന്ന് കൈയടിച്ചവരുടെ മനസ്സിലേക്കായിരുന്നു അവർ മേളപ്പെരുമഴ പെയ്യിച്ചത്. ശ്രീ മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 11 കലാകാരന്മാർ കൂടി മേളപ്രപഞ്ചത്തിലേക്ക് കൊട്ടിക്കയറി. സുൽത്താൻ ബത്തേരി സോപാനം കലാക്ഷേത്രയിൽ കലാനിലയം വിജേഷ് മാരാരുടെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് പഞ്ചാരി മേളത്തിൽ അരങ്ങേറിയത്. മേളപ്രേമികളുടെ നിറസാന്നിധ്യത്തിലായിരുന്നു അരങ്ങേറ്റം. അവർ 11 പേരും കൊട്ടിക്കയറിയത് കണ്ടുനിന്ന് കൈയടിച്ചവരുടെ മനസ്സിലേക്കായിരുന്നു. അരങ്ങേറിയ കുട്ടികളിൽ പലർക്കും ചെണ്ടപ്പൊക്കത്തിൻ്റെ ഉയരമേയുള്ളൂ. എന്നിട്ടും കൈവഴക്കത്തിലും താളബോധത്തിലും തങ്ങൾ കരുത്തരെന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു പ്രകടനം. വാദ്യശ്രീ മുരളിമാരാർ മേളത്തിന് നേതൃത്വം നൽകി. ഹൃദ്യമായ താളത്തിൽ പ്രതീക്ഷയുടെ മേളപദങ്ങളോടെ അവർ ആസ്വാദകരുടെ മനം കീഴടക്കി. മലനാട് ന്യൂസ്, മീനങ്ങാടി. വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയ വൈത്തിരിയിൽ ആരംഭിക്കുന്ന വൈത്തിരി ഫെസ്റ്റിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 21 മുതൽ ആരംഭിക്കുന്ന ആഘോഷം 10 ദിവസം നീണ്ടുനിൽക്കും. വൈത്തിരിയുടെ ഗ്രാമോത്സവത്തിന് 21 നടക്കുന്ന വിളംബര ജാഥയോടെ തുടക്കമാകുമ്പോൾ വൈത്തിരിയിലെ നാട്ടുവഴികളെല്ലാം ഇനിയുള്ള 10 ദിവസം പഴയ വൈത്തിരിയിൽ സംഗമിക്കും. ഗ്രാമപഞ്ചായത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷത്തിന്റെ രാവുകളാണ്. പഴയ വൈത്തിരി ടൗണിൽ ദേശീയപാതയോരത്തെ വടംവലി ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന വൈത്തിരി ഫെസ്റ്റ് 21 വൈകിട്ട് വൈത്തിരി ടൗണിൽ നിന്നുള്ള വിളംബര ജാഥയോടെ തുടക്കമാകും. ഏകദേശം 90% പ്രവൃത്തികൾ പൂർത്തീകരിച്ച നിലയിലാണ്. ആ പരിപാടിയോട് ബന്ധപ്പെട്ടുകൊണ്ട് വൈത്തിരിയിലെ കുട്ടികൾ മുതൽ വയോജനങ്ങൾ മുതൽ കുടുംബശ്രീ ആളുകൾ മുതൽ എല്ലാവരുടെയും കലാപരിപാടികൾ ഒന്നിപ്പിക്കുന്ന ഒരു വേദിയായി അത് സംബന്ധിച്ചു മാറും. വൈത്തിരിയുടെ കലാകാരന്മാരുടെ ഒരു വലിയ കൂട്ടായ്മയായി ആ പരിപാടി ആസൂത്രണം ചെയ്തു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന കലാകാരന്മാരുടെ പ്രസീത ചാലക്കുടി ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ വലിയ രൂപത്തിലുള്ള പാട്ടുൾപ്പെടെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസമായി നടക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി കൂറ്റൻ പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. പന്തലിനുള്ളിൽ പൊതുജനങ്ങളെ ആകർഷിക്കുന്ന വിവിധ സ്റ്റാളുകളുടെ ഒരുക്കം അവസാന ഘട്ടത്തിലാണ്. കുട്ടികൾക്ക് അവധിക്കാലത്തിന്റെ അവസാന നാളുകൾ ആനന്ദകരമാക്കാൻ പന്തലിന് പുറത്ത് കബനിയുടെ കൈവഴിയിൽ ബോട്ടിംഗ് ഉൾപ്പെടെ വിവിധ റൈഡുകളും സജ്ജമായി കഴിഞ്ഞു. പന്തലിനുള്ളിലെ സ്റ്റേജിൽ വൈത്തിരിയുടെ ഉത്സവം കൂടാനെത്തുന്ന ആളുകൾക്ക് ആസ്വദിക്കാനായി തദ്ദേശീയരായ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾക്ക് പുറമെ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരുടെ നിരവധി സ്റ്റേജ് ഷോകളും 10 ദിവസങ്ങളിലും അരങ്ങേറും. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയ വൈത്തിരി സംഘടിപ്പിക്കുന്ന വൈത്തിരി ഫെസ്റ്റ് വൈത്തിരിയുടെ ഗ്രാമോത്സവമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് സംഘാടകരും നാട്ടുകാരും. മലനാട് ന്യൂസ്, വൈത്തിരി. നൂൽപ്പുഴ വള്ളുവാടി കുളത്തൂർക്കുന്ന് കുറ്റിലക്കാട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടുമുറ്റത്തെ മാവ് കുലുക്കി മാങ്ങ വീഴ്ത്തി റോഡിൽ നിന്ന് തിന്നുന്ന മുട്ടിക്കൊമ്പന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. നൂൽപ്പുഴയിലെ വടക്കനാട് കരിപ്പൂർ മേഖലകളിൽ മുട്ടിക്കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആനയുടെ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ കർഷക ജനത.
ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 410, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 235 രൂപ. കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670 രൂപ. നേന്ത്രക്കായ കിലോയ്ക്ക് 30 രൂപ, ഇഞ്ചി ചാക്കിന് 1300 രൂപ, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 183 രൂപ. സ്വർണം പവന് 70,040, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബത്തേരി നഗരത്തിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നഗരസഭ. വൈൽഡ് ലൈഫ് വാർഡന് ഇത് സംബന്ധിച്ച് കത്ത് നൽകും. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം. പുലിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സമീപവാസിയായ പോൾ മാത്യൂസ് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. RSS അജണ്ടയിൽ സാമ്പത്തിക ഉപരോധം തീർത്ത കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാർ അവഗണന തുടരുമ്പോൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നതിന് പകരം കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ. CPM ജില്ലാ സെക്രട്ടറി നയിക്കുന്ന വയനാട് മാർച്ച് ജില്ലയിൽ പര്യടനം തുടരുന്നു. മൂന്നാം പിണറായി സർക്കാർ എന്നത് വെറും സ്വപ്നം മാത്രമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ. വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ LDF പ്രചരിപ്പിക്കുന്നത് പുറംമോടി മാത്രം. ആരോഗ്യരംഗത്തെ മോശം അവസ്ഥ ഉൾപ്പെടെ ജനം തിരിച്ചറിഞ്ഞെന്നും ജയന്തി രാജൻ. പ്രതികരണം മലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിൽ. ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിൽ ദുരന്തബാധിതരുടെ ശക്തമായ പ്രതിഷേധം. ജനശബ്ദം ജനകീയ ആക്ഷൻ കമ്മിറ്റി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചത് വാടക തുക ഉൾപ്പെടെ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച്. അരമണിക്കൂറിനകം വാടക തുക ദുരന്തബാധിതരുടെ അക്കൗണ്ടിലെത്തുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ഗീത രാജഗോപാൽ ചേരും. നമസ്കാരം.